അത് തെരുവട്ടിയായിട്ട് തന്നെയാണ് അവരെന്നെ കണ്ടിട്ടുള്ളത്. അച്ഛനും വല്യമ്മച്ചിക്കും സിന്ധമ്മ തിരിച്ചു എടുത്ത സ്ഥലം അപ്പുവിനെ അവർ തന്നാൽ വാങ്ങിക്കൂ. ഇതെല്ലാം എന്റെ തലയിലോട്ട് ആക്കാനായിട്ട് നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്. സിസ്റ്ററായിട്ട് കോൺടാക്ട് ഉണ്ടോ, പ്രോബ്ലം സോൾവ് ചെയ്ത ഒരു വീഡിയോ കണ്ടിരുന്ന വീണ്ടും പ്രോബ്ലംസോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. നമ്മൾ ഒരു വൃത്തികെട്ട ഒരു സ്ത്രീയുണ്ട്, റാണി പി സദാശിവൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഒരു ജന്മം വ്യക്തിനെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിന് മുഖം നോക്കി എനിക്ക് രണ്ടെണ്ണം കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഇപ്പോഴത്തെ സത്യം പറഞ്ഞിട്ടുണ്ട്, രണ്ടിനെയും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടിനെയും കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിന് മുഖം തീർത്ത് രണ്ടെണ്ണം കൊടുക്കണമെന്ന് വലിയ ആഗ്രഹമാണ്. എന്തായാലും നമ്മൾ ഇത്രയും നാൾ മിണ്ടാതിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ ഫാമിലി മെമ്പേഴ്സ് ഇതൊന്നും കാണാൻ താല്പര്യമില്ല. അല്ല, അച്ഛന്റെ വീട്ടുകാരെ എന്താണ് സിദ്ധുമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തത്, അവർ എന്താണ് ചെയ്തത്, അച്ഛനോടുള്ള ദേഷ്യം കൊണ്ട്. അവരോട് ദേഷ്യം വേറൊന്നുമല്ല, പക്ഷെ നമ്മളെ വാങ്ങിക്കാത്ത കയറി ഇങ്ങനെ തോണ്ടുമ്പോഴത്തേക്കും ഒന്നും സംസാരിക്കാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ ഏതറ്റം വരെ പ്രതികരിക്കും ഞാനിപ്പം. അത് സംസാരിക്കണമെങ്കിൽ ഉറപ്പ്. ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കും. നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. കുറേ ദിവസം കൂടിയിട്ട് മഴ പെയ്യുന്നതാണ്. അപ്പുറത്ത് ഇച്ചുട്ടി അവിടെ കിടന്നുറങ്ങുന്നുണ്ട്, അമ്മച്ചിന് ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കടയിലോട്ട് ഇറങ്ങാനുള്ള സമയമായി. എന്നും രാവിലെ പോകുന്നതാണ്. ഇന്നിപ്പോ കുറച്ച് വൈകിപ്പോയി അല്ലേ. പിന്നെ നമ്മൾ രാവിലെയായിട്ട് ഇപ്പൊ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ചെറുതായിട്ട് വണ്ടി ഒന്ന് ഇടിച്ച് അവരുടെ കാലൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ട് മുറിവുണ്ട്. അതെ, അപ്പൊ ചേട്ടൻ എവിടെയാണല്ലേ? ചേട്ടൻ ഇന്നലെ വൈകിട്ട് വന്നേനെ. യെസ്, അപ്പം നമുക്ക് Q&A സെക്ഷനിലോട്ട് പോകാം അല്ലേ. കുറെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ കുഞ്ചൂസിന്റെ മുടി ഇങ്ങനെയാണ് എല്ലാവരും പറയുന്നത്, ഇങ്ങനെയാണ് നല്ലതെന്ന് എല്ലാരും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നലെ ഫാമിലി ഉൾപ്പെടെ നമ്മളെ മുടി എല്ലാവരുടെ ഫാമിലിയും കാണുമല്ലോ. നമ്മൾ മുടി എത്തിച്ചിരുന്ന് വിട്ടിട്ടുണ്ട്, എന്തുപാട് നീ കാണിച്ച് ഇങ്ങനെ വേണം, ഇതിപ്പോ ഇങ്ങനെ കിടന്നിട്ടില്ലെന്ന് പറയും, ഇങ്ങനെ എഴുതാൻ മതി, ഇങ്ങനെ നീ മുടി ഇനി വന്നാലും ഇങ്ങനെ തന്നെ വെട്ടിയിടാൻ കാലം മാറി. ഇന്നലെ കടയിൽ ആമിച്ചിന്റെ ലച്ചൂട്ടിയിടാൻ കുറെ ഫോട്ടോസ് നമ്മൾ ഫ്രണ്ടിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ചെറുതായിട്ട് ഇങ്ങനെ പൊളിഞ്ഞു ഞാൻ ഒട്ടിക്കുമായിരുന്നേ. അപ്പൊ പുറകിന്ന് ഒരു ചേച്ചി വന്നിട്ട്, ചേട്ടാ ഇവക്ക് പറ്റി ഫ്രോക്ക് ഉണ്ടോ? അതായത് ഇവിടെ ചേട്ടനാണ് വിചാരിച്ചത്. ചേട്ടൻ തിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ സോറി കേട്ടോ, സോറി. മുടിയും ജീൻസും ഇടുന്നല്ലേ കേട്ടോ. മുടിയോ? അല്ല, മുടിയും ജീൻസും കണ്ടപ്പോഴേ. അതെ, അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോകട്ടോ. ആദ്യം നമ്മുടെ സന്തോഷ് ചേട്ടനാണ്. സന്തോഷ് ചേട്ടാ സുഖമായിട്ടിരിക്കുന്നോ? കുഞ്ഞുങ്ങൾക്ക് സുഖമായിട്ടിരിക്കുന്നോ? ഇടുക്കിയിൽ വെല്ലിച്ചാച്ചൻ, വെല്ലമ്മച്ചി, അനീഷേട്ടായി ഫാമിലി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അടുത്ത ലത ബിനോജ്, ഹായ് അമ്മേ. ഹായ്. അപ്പുവിനോടും കുഞ്ഞുവിനോടും എനിക്ക് ചോദിക്കാനുള്ള പറയാനാണുള്ളത്. നമ്മൾ ആരും ഈ ഭൂമിയിൽ പിറന്നു വീഴുമ്പോൾ സ്വത്തോ മുതലോ ഒന്നും കൊണ്ടല്ല പോകുമ്പോഴും ഇതൊന്നും കൊണ്ടുപോകുന്നില്ല. യെസ്, ട്രൂ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആരുടെയും ഔദാര്യം സ്വീകരിക്കരുത് മക്കളെ, ഉറപ്പായിട്ടില്ലമ്മേ. നിങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുക. അവിടെ നിങ്ങൾക്ക് ഒരു കോടതിയും സ്റ്റേയും ഓർഡർ തരില്ല. ഒരു കോടതിയും സ്റ്റേ ഓർഡർ തരില്ല, ഉറപ്പായിട്ടും. അത് നമുക്ക് അറിയാം നല്ലപോലെ. വീട്ടിലെ പട്ടിക്ക് പാത്രത്തിൽ തന്നെ എല്ലാവരും ആഹാരം കൊടുക്കും. എന്നാൽ തെരുവ് പട്ടികൾക്ക് എന്തെങ്കിലും ഉച്ചിഷ്ടം എറിഞ്ഞു കൊടുക്കും. മനസ്സിലായല്ലോ? ഇല്ലായ്മയിൽ നിന്ന് ഇത്രയും നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ ഇനിയും നിങ്ങൾ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കും മക്കളെ. ഉയർച്ചയിലും വളരെ താഴ്മയോടെ ജീവിക്കുക. സ്നേഹം തന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കുക. സ്നേഹം തന്ന എല്ലാവരെയും ജീവിതാവസാനം വരെ കൂടെ ഉണ്ടാവും കേട്ടോ. ഫോൺ തിരിഞ്ഞാണ് ഇരിക്കുന്നത്. യെസ്, ജീവിതാവസാനം വരെ എല്ലാവരും കൂടെ ഉണ്ടാവും. നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടവരെ എപ്പോഴും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും. അത് നമുക്ക് ദൈവം അനുവദിച്ചു തരുന്ന ആ ഒരു ജീവിത സമയം വരെ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ എപ്പോഴും ചെയ്യും കേട്ടോ. നമുക്ക് നമ്മുടെ ഈ ഒരു വിജയത്തിലോ കാര്യങ്ങളിലോ ഒന്നും ഒരിക്കലും അഹങ്കരിക്കാതെ തന്നെ മുന്നോട്ട് പോകും. അങ്ങനെ ഉണ്ടായെങ്കിൽ ഇപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെ സക്സസ് അല്ല, എല്ലാവരും ഈ ഒരു കുടുംബം എല്ലാവരുടെയും സപ്പോർട്ട്, അതുപോലെ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ കാരണമാണ് നമ്മൾ ഇന്ന് ഒരു കടങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും ആ ഒരു സന്തോഷപൂർണ്ണമായിട്ടുള്ള ഇല്ല അത് സന്തോഷമായിട്ട് പോകുന്നു. അപ്പം അതിനകത്ത് അഹങ്കാരോ കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നമ്മളായിട്ട് തന്നെ ഉറപ്പായിട്ട് മുന്നോട്ട് പോകും കേട്ടോ. അടുത്തത് സുനിൽ രേഖ, ഹായ് ചേച്ചിയും ചാച്ചനും വല്യമ്മച്ചിക്കും സിന്ധമ്മ തിരിച്ചു എടുത്ത സ്ഥലം അപ്പുവിനെ അവർ തന്നാൽ വാങ്ങിക്കൂ. ഒരിക്കലും ഇല്ല. അപ്പൊ കഴിഞ്ഞ ദിവസം എന്നെ ചാശല്ല ആദിച്ചിക്കാണ് ആദ്യം വിളിച്ചത്. അപ്പൊ ഇങ്ങനെ ഒരു പേപ്പർ വന്നിരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് അവരുടെ അഡ്രസ്സിലോട്ട് വന്നതാണ്. അപ്പോൾ അത് ഉപ്പറയിലോട്ട് അവർ എങ്ങനെ അയക്കുന്നതെന്നൊക്കെ ചോദിച്ചു. പിറ്റേത് നോർമലായിട്ട് സംസാരിച്ച് ഫോൺ കട്ട് ചെയ്തു. പിറ്റേ ദിവസം വിളിച്ചിട്ട് ഇന്ന വ്യക്തി വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാലാജിയുടെ മകൻ എഴുതി കൊടുക്കുന്ന രീതിയിൽ ഒരു സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ എടുത്തോ അല്ലെങ്കിൽ ലാലാജിയുടെ മകൻ എഴുതി കൊടുക്ക് എന്ന രീതിയിൽ. അപ്പോൾ എനിക്ക് ആ തുടക്കത്തിൽ വായിച്ച ഒരു കടങ്കഥയാണ് ഓർമ്മ വന്നത്. കാരണം ഞാനൊരു പട്ടി തന്നെയാണ് സത്യം പറഞ്ഞാൽ. അത് തെരുവട്ടിയായിട്ട് തന്നെയാണ് അവരെന്നെ കണ്ടിട്ടുള്ളത്.
അപ്പം ആ ഒരു രീതിയിലുള്ള ഒരു നൈസായിട്ടുള്ള ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്നെ കൊണ്ട് ഞാനിത് സംസാരിക്കുന്ന 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് എൻ്റെ പേരിലോട്ട് ആക്കാനായിട്ട് ഒരു രീതിയിലുള്ള കളി കളിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ആദ്യം തന്നെ എൻ്റെ അടുത്ത് ചാച്ചനും വല്യമ്മച്ചയൊക്കെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് വേണ്ട, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് അതിൻ്റെ കാര്യമില്ല. കാരണം എൻ്റെ അമ്മ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവർ നല്ല സ്ഥലം വിറ്റിട്ട് ശവപ്പറമ്പ് മേടിച്ച് തന്നാന്ന് പറഞ്ഞ് എന്നെ എരിവ് കയറ്റിച്ച് ചാച്ചനും വെല്ലുമിച്ചിയായിട്ടൊക്കെ വഴക്കുണ്ടാക്കാൻ പലതവണ ശ്രമിച്ചിട്ടുള്ളത്. ചാച്ചനും വെല്ലുമിച്ചിക്കും അവർക്കും അറിയാവുന്ന കാര്യമാണ്. പലപ്പോഴും ചാച്ചനോടും വെല്ലുമിച്ചിയോടും ഞാൻ ഇത് സംസാരിച്ചിട്ടുമുണ്ട്. ഇന്ന് എനിക്ക് ഇത്തിരി ഇതായ നമ്മളൊരു 20 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരു പരിധി വരെ എല്ലാവർക്കും യാഥാർത്ഥ്യങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി തുടങ്ങുന്നത്. അപ്പോൾ തൊട്ട് ഇന്ന് വരെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കാം, അല്ലെ നമുക്ക് പറ്റും, ദൈവം അതിനുള്ള ശക്തി തന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ കാലം തൊട്ട് നമ്മൾ ഒരാളുടെ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ ഇന്നുണ്ടാക്കി തരും എന്നും അങ്ങനെയൊന്നും വിചാരിച്ചല്ല ഇന്ന് വരെ ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിനെ ആഗ്രഹിക്കുന്നുമില്ല, നമ്മൾ അതിനോട്ട് പോത്തുമില്ല. അപ്പം അച്ഛനോട് വെല്ലുമിച്ചോട് ഞാൻ പറഞ്ഞത്, എനിക്ക് വേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എഴുതി മേടിച്ചോ, നിങ്ങൾ കൊടുത്തതാണ്, അല്ലാതെ എനിക്ക് വേണ്ട. ആ വ്യക്തി ലാലാജിയുടെ വിധവയായിരുന്ന സമയത്തായിരുന്നു അവർക്ക് അവകാശമുണ്ട്. ഇന്ന് അവർ വേറൊരു ഭർത്താവിൻ്റെ അല്ലെങ്കിൽ വേറൊരാളുടെ ഭാര്യയാണ്. അപ്പം അവരുടെ അഡ്രസ്സ് വേറെയാണ്, നരിയഞ്ചിയിൽ എന്ന് പറയുന്ന അഡ്രസ്സാണ്. പുഷ്പാലയം അഡ്രസ്സിലുള്ള ലാലാജിയുടെ സ്വത്തിന് ഒരിക്കലും അവർക്ക് അവകാശമില്ല. അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി മേടിച്ചോ, എനിക്ക് അതിനകത്ത് യാതൊരു അവകാശമില്ല. നിങ്ങൾക്ക് പിന്നെ അല്ലെങ്കിൽ അമ്മൂന് നിങ്ങൾ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ അനീഷേട്ടാക്കി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വേണ്ട എന്ന് തന്നെ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് നിങ്ങൾ എഴുതി മേടിക്കാവുള്ളൂ എന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇതെല്ലാം എൻ്റെ തലയിലോട്ട് ആക്കാനായിട്ട് നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്. അപ്പം എനിക്കത് വേണ്ട. കാരണം കഴിഞ്ഞ ദിവസം കോടതിയിൽ എൻ്റെ പേരിൽ ഒരു ഫേക്ക് അലിഗേഷൻ, അതായത് ഫേക്ക് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗ്രാമ ന്യായാലയ കോടതിയിൽ ഒരു ഫേക്ക് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ സ്വത്ത് ചോദിച്ചു എന്ന വ്യാജേന 5 ലക്ഷം രൂപയും നഷ്ടപരിഹാരമൊക്കെ ചോദിച്ചിട്ട് എനിക്കെതിരെ ഒരു കള്ളക്കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എനിക്കെതിരെ അത് തന്നെയാണ് കുറേ കാര്യങ്ങൾ. എന്നെക്കുറിച്ച് എവിടെയും കമൻറ്റ് ഇടുവോ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി കൊടുത്തിട്ട് പോകുന്നതാണ്. എന്നിട്ട് എനിക്കെതിരെ നെഗറ്റീവ് ആക്കി സംസാരിച്ചുകൊണ്ടിരിക്കലാണ് ഇവരെല്ലാം പരിപാടി. അപ്പം ഈ ഒരു കള്ളക്കേസ് പൊളിയുകയും കാര്യങ്ങളും അങ്ങനെ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ലെന്ന് അത് വ്യക്തമായിട്ടുള്ളതാണ്. അവിടെ ഇരുന്നപ്പോഴും ഞാൻ സംസാരിച്ച ഒരു കാര്യമാണ്, എനിക്ക് ഉപ്പുതറയിലും ഒരു സ്വത്തും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ്. കഴിഞ്ഞ ദിവസം നമ്മുടെ വക്കീലിനെ കണ്ടപ്പോഴാണെങ്കിലും വക്കീൽ എൻ്റെ അടുത്ത് ചോദിച്ചു, അവിടുത്തെ സ്വത്തിനകത്ത് അവകാശമുണ്ട്, ഉപ്പുതറയിലെ സ്വത്തിന് അമല് മുടക്കിയത് അമലിന് തിരിച്ചു വേണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട സാറേ, എനിക്ക് സമാധാനം മാത്രം മതി. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു വേറൊരു ചോദ്യമുണ്ട്, അപ്പം അമ്മയെ വേണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മയെ വേണമെന്ന് എനിക്ക് മാത്രമല്ല സാറേ, ഞാൻ മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, അവരാഗ്രഹിക്കണം. അവരന്ന് സംസാരിച്ചത് മകനെ ഒരിക്കലും വേണ്ട, ജീവിതകാല അവസാനം വരെ മകനെ വേണ്ട. പിന്നെ ഇപ്പം ഈ പെട്ടെന്ന് ഒരു സമയത്ത് ഇപ്പം ഈ ഒരു 10 സെന്റ് എഴുതി മകന്റെ പേരിലോട്ട് ആക്കുന്നതിന്റെ കാര്യം ബോധമുള്ളവർക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അത് വന്ന് വീഡിയോ ഇട്ട് സമൂഹത്തിനെ അറിയിച്ച് അത് എൻ്റെ അപ്പം മരിച്ചുപോയ അപ്പൻ ഇന്ന് വന്നൊന്നും പറയാനായിട്ടില്ല. അതുകൊണ്ട് അതൊരു വേറെ രീതിയിൽ സംസാരിച്ച് എന്നിട്ട് എന്നെക്കുറിച്ച് 2 പൊക്കിയോടെ പറഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ എന്തെങ്കിലും വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കംപ്ലീറ്റ് നെഗറ്റീവ് ആവുമല്ലോ. ഭയങ്കര ബുദ്ധിമതിയാണ്. അപ്പൊ അവര് ആ രീതിയിൽ കളിച്ചോട്ടെ. എന്താണെന്നറിയാം, നമ്മളായിട്ട് ഇന്ന് എല്ലാം സംസാരിക്കും, ആർക്കെതിരെ ഉണ്ടെങ്കിലും സത്യസത്യമായിട്ട് പറയും. പക്ഷെ അത് അവരങ്ങനല്ല, വീഡിയോയിൽ വേറൊരു മുഖം, നേരിട്ട് കാണുമ്പോൾ വേറൊരു മുഖമാണ്. അതാണ് മെയിൻ ഹൈലൈറ്റ്. പക്ഷെ അതിൽ അവരെ ജീവിച്ചു പോകുന്നു. അതെ. അപ്പം ഈ തെരുവുനായ്ക്ക് ആരെയും ഉച്ചിഷ്ടം വേണ്ട. കേട്ടോ, എനിക്കത് വേണ്ട, എനിക്കതിന് ആവശ്യമില്ല. എനിക്ക് ദൈവം തന്ന ദൈവം എത്ര നാളെ എനിക്ക് ആരോഗ്യ ആയുസ്യം തരുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ ഭാര്യനെ, ഇവിടെയുള്ളവരെ നോക്കാൻ എനിക്ക് എത്ര ആയുസ് തരുന്നു അത്രയും കാലം ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കി, എനിക്ക് പറ്റുന്ന അത്രയും കാലം. ഇപ്പോൾ ആരുടെയും മുന്നിൽ ഇരക്കേണ്ട അവസ്ഥ വന്നാലും നിങ്ങൾ ആരുടെ അടുത്തും വരത്തില്ല കേട്ടോ. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാലും നമ്മൾ മുന്നോട്ട് പോകും. അത് ഇനി വേറെ നമുക്ക് ഇങ്ങനെയുള്ള നമ്മളെ തെരുവുനായി ആയിട്ട് കാണുന്ന ഒരാളുടെ അടുത്തും നമുക്കൊരു സാധനവും വേണ്ട. അപ്പൊ ഞാൻ ചാച്ചനും വെല്ലുമിച്ചി ഇവിടെ വന്ന് നിൽക്കുന്ന ഒരു ടൈമിൽ, വെല്ലുമിച്ചിയുടെ സർജറിയുടെ ഒക്കെ ടൈം തിരിച്ചു പോകാറാകുന്ന ഒരു ടൈമിൽ ചാച്ചനും വെല്ലുമിച്ചിയും കുറെ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അത് വേറെ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ കാഞ്ചാറിലെ സ്ഥലം 2ആയിട്ട് വീതിക്കാം, നിനക്ക് ഇത്ര സ്ഥലം, അനീഷിന് ഇത്ര സ്ഥലം. അപ്പൊ അന്നും ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അപ്പോൾ ഇതൊന്നും വേണ്ട വെല്ലുമിച്ചി, നിങ്ങൾ സന്തോഷമായിട്ട് അവിടെ ഇരിക്കുക. നിങ്ങൾക്ക് ഇവിടെ നിൽക്കണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം. അവിടെ നിൽക്കണമെന്ന് ആഗ്രഹമെങ്കിൽ എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല അവരെ. കാരണം അവർ ഇത്രയും കാലം ജീവിച്ച് ഏത് മണ്ണിലാണോ അവിടെ തന്നെ ജീവിക്കാനാണ്, അവിടെ നിൽക്കാനാണ് അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. അപ്പം ഞാനൊരു പറഞ്ഞ കാര്യമാണ്, ഞാൻ വെല്ലുമിച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നത് അനീഷേട്ടയാണ്. നിങ്ങൾ ഇത്രയും കുഞ്ഞിലേ തൊട്ട് നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അനീഷേട്ടയാണ്. അപ്പോൾ അതിനകത്ത് 2 പാർട്ടീഷന്റെ ആവശ്യമില്ല. എനിക്ക് ഒരു വീതം വേണ്ട. എനിക്ക് ആയുസ് ആരോഗ്യം ഉള്ളിടത്തോളം കാലം ഇപ്പം റെന്റിലാണെങ്കിൽ റെന്റിന് മുന്നോട്ട് അങ്ങനെ തന്നെ പോകും. സ്ഥലം മേടിക്കാൻ പറ്റുവാണ്. അന്ന് സ്ഥലം നമ്മൾ മേടിച്ചിട്ടില്ല, നമ്മളെ ഏകദേശം ഉറപ്പിച്ചിട്ടൊക്കെ ഉള്ളായിരുന്നു. അപ്പം
എനിക്ക് അതിനകത്ത് ഒരു അവകാശം വേണ്ട. ഇവര് അവരിഷ്ടദാനമായിട്ട് എന്നൊക്കെ പറയുന്നു, അവർക്ക് അവകാശപ്പെട്ട ഒന്നല്ല. എന്നിട്ട് അവർ ഇഷ്ടദാനം എന്ന് പറഞ്ഞിട്ട് ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആരെയോ ബോധിപ്പിക്കാനല്ല, അത് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതൊക്കെ അവർ കാര്യങ്ങളെല്ലാം ചെയ്തോട്ടെ. ഇപ്പം വലിച്ചാച്ചനും വെല്ലുമിച്ച് അവരുടെ പേരിൽ എഴുതി എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനകത്ത് ജീവിതാവസാനം വരെ എനിക്ക് അവകാശമില്ല. അത് എവിടെ വേണേലും എഴുതി തരാനും എന്തിനും നമ്മൾ തയ്യാറാണ്. എനിക്കത് വേണ്ട കേട്ടോ. അത് അനീഷേട്ടയ്ക്ക് തന്നെ കൊടുക്കണം. അവരുടെ കാലശേഷം അനീഷേട്ടയ്ക്ക് തന്നെ കൊടുക്കണമെന്നാണ് ഞാൻ അവരുടെ അടുത്തും പറഞ്ഞത്. എനിക്ക് വേണ്ട കേട്ടോ. അതാണ് ഞങ്ങൾക്ക് വേണ്ട. നമുക്ക് സമാധാനം, സന്തോഷം കാര്യങ്ങളൊക്കെ മാത്രം മതി കേട്ടോ. അപ്പൊ അത് വേണ്ട. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, സിസ്റ്ററായിട്ട് കോണ്ടാക്ട് ഉണ്ടോ? പ്രോബ്ലം സോൾവ് ചെയ്ത ഒരു വീഡിയോ കണ്ടിരുന്നു. വീണ്ടും പ്രോബ്ലംസോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. നമ്മൾ ഒരു വൃത്തികെട്ട ഒരു സ്ത്രീയുണ്ട്, റാണി പി സദാശിവൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഒരു ജന്മം. അവർക്ക് എനിക്ക് തോന്നുന്നു ഒരു മകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു കുഞ്ഞു കൊച്ചാണ്. ആ കൊച്ചിനെ ഓർത്തിട്ട് പാവം തോന്നുന്നുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. തള്ളയുടെ വായിന്ന് വരുന്ന വർത്തമാനങ്ങളൊക്കെ എന്തുവാ, ഒരു പെണ്ണുമ്പിള്ളക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമോ? നമ്മളെ മാത്രമല്ല കേട്ടോ, അവരെല്ലാ യൂട്യൂബിലും ഉണ്ട്, എല്ലാ യൂട്യൂബിലും ഉണ്ട്. നമ്മളെ മാത്രം സംസാരിക്കുന്ന ഒരു സ്ത്രീയാന്ന് വിചാരിച്ചു. എല്ലാവരും അവരെ പൊക്കി പിടിക്കാനുണ്ട്. മിനി എന്ന് പറയുന്ന ഒരു പുണ്യാത്മാവുണ്ട് കേട്ടോ. അവരെ കയ്യിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു എല്ലാരും ഉണ്ട്. മിനി അമ്മച്ചി കേട്ടോ. അപ്പൊ ഇതിന്റെയൊക്കെ ഇതിന്റെ വീഡിയോ വരും, ഇനി വരും. അവർക്ക് എന്തായാലും കണ്ടന്റ് കാര്യങ്ങളെല്ലാം ആവുന്നുണ്ടല്ലോ. അപ്പം വീഡിയോ വരെ ഇടട്ടെ. അപ്പം ഇങ്ങനെ, അതായത് റാണി പി സദാശിവനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിലും അവരെ കുറിച്ച് പറയാൻ നമുക്ക് പറ്റത്തില്ല. അത്ര ലെവലിലുള്ളൊരു അമ്മച്ചിയാണ്. അത് എനിക്ക് തോന്നുന്നു അവരുടെ മോള് തന്നെയാണോ കൂടെ ഉള്ളതെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ചെയ്യുന്നതിന് അവരുടെ വാർഡില് അവരുടെ മെമ്പർ അവർക്ക് കുറെ സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ സൈഡിൽ കുറച്ച് അവരുടെ കമന്റ്സ് കാര്യങ്ങൾ ഇട്ടേ കേട്ടോ. അത് എന്റെ അമ്മോ, ഇമാതിരി ലെവലിലുള്ള ഒരു തള്ളച്ചിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത് നമ്മുടെ ചാനൽ മാത്രമല്ല, പിന്നെ ചാനലിൽ അവരെ ഒട്ടും അവരെ അറിയാതെ തന്നെ ഇത് ചെയ്തിട്ട് അവരെ വിഷമിപ്പിക്കണം എന്നുള്ള രീതിയിൽ തന്നെ ഇടുന്ന കമന്റ്സ് ആണ്. കാരണം ഓരോരുത്തർക്കും ഓരോ പരിമിതികളുണ്ട്. അപ്പൊ അതിനെയൊക്കെ കളിയാക്കിയ രീതിയിലാണ് അവർ ഇട്ടേക്കുന്നത്. നമ്മുടെ ചാനലിലുണ്ടല്ലോ, നമ്മുടെ വീട്ടിലുള്ള ഒരു വ്യക്തി വിളിച്ച് അങ്ങോട്ട് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുക, അതേപോലെ തന്നെ സെയിം സാധനങ്ങളാണ് ഇട്ടേക്കുന്നത്. കാരണം നമുക്ക് നമ്മുടെ ഇടയിൽ കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ ഇതുവരെ ഒത്തിരി നമ്മൾ എടുത്ത് പറയാത്ത എല്ലാ കാര്യങ്ങളും അറിയാം കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ജീവിച്ച ഒരാളാണ്. അപ്പം എല്ലാ കാര്യങ്ങളും വന്ന് ഇടാറുണ്ട്. ഇത്രയും എനിക്കറിയത്തില്ല ഇവരുടെ മെമ്മറി എന്തുവാന്ന്. ഞാൻ നമ്മൾ ഇത്രയും മെമ്മറി ഉള്ള ഒരു കമ്പ്യൂട്ടർ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം എനിക്ക് ഏറ്റവും കാര്യങ്ങൾ അവർക്ക് അറിയാം. അല്ലെങ്കിൽ ഞാൻ ഏത് സമയത്തൊക്കെയാണ് കുളിച്ചുകൊണ്ടിരുന്നത്, ഏത് സമയത്തൊക്കെയാണ് ടോയ്ലറ്റിൽ പോയിക്കൊണ്ടിരുന്നതെന്ന് വരെ അവർക്ക് സത്യം പറഞ്ഞാൽ അറിയാം. അല്ലെങ്കിൽ ഞാൻ അതുവഴി ആ വീടിന് ചുറ്റും എത്ര നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവളെന്തു ചെയ്തു, ഇവൾ എത്ര ഡ്രസ്സ് ഇട്ടിരുന്നു അന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ ഇതുവഴിയൊക്കെ നടന്നു, അന്ന് കരഞ്ഞോ ചിരിച്ചോ, ഇതുവരെ അവർക്കറിയാം. എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാം കേട്ടോ. നമ്മള് അറിയത്തില്ല. അപ്പൊ ഇതെല്ലാം വന്ന് ഇടാറുണ്ട്. ഡോറ ബിറ്റി എന്ന് പറയുന്ന ചാനലുണ്ട്, നമ്മുടെ ഡോറ ചേച്ചി, അശ്വതി ചേച്ചി അല്ലെ, അശ്വതി ചേച്ചി. നമ്മൾ ടിക്ടോക്ക് കൊണ്ടുള്ള കോണ്ടാക്ട് ആണ്. ചേച്ചി അപ്പൊ നമ്മുടെ കടയിലൊക്കെ കുഞ്ഞിന് സാധനമൊക്കെ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കുഞ്ഞാവ ഉണ്ടായി. ആ കുഞ്ഞിനെ വരെ മോശം പറഞ്ഞിട്ട് ആ തള്ളച്ചി പറഞ്ഞിട്ട് കഴിയും എന്തുവാ. പിന്നെ വേറെ ഒരുപാട് ഫാമിലിയിൽ കേട്ടോ കയറി കളിച്ച് അവരെല്ലാം വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മള് ആ സ്ത്രീക്ക് ഒരു കേസ് കൊടുത്തായിരുന്നു. രണ്ട് സ്ത്രീ, മിനി എന്ന് പറയുന്ന ഒരു വ്യക്തിയും അതേപോലെ തന്നെ ഈ റാണി. കാരണം മിനിയുടെ ഏറ്റവും വലിയൊരു കമന്റോളിയാണ് ഈ ഒരു അവരെ റാണി. മിനി ഏറ്റവും സപ്പോർട്ട് ചെയ്തോണ്ടിരുന്ന ഓക്കെ റാണി ചേച്ചി ഇന്ന് കണ്ടില്ലല്ലോ, റാണി ചേച്ചി എവിടെയാ റാണി ചേച്ചി, വാ റാണി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മിനി. അപ്പം ഇത്രയും വലിയ സപ്പോർട്ടറായിരുന്നു അവര്. ഇപ്പൊ എനിക്കറിയത്തില്ല, ഇപ്പൊ എന്തോ ലൈക്ക് അടിക്കും. കാരണം എന്നാന്ന് എനിക്ക് അറിയത്തില്ല. കാരണം എല്ലായിടത്തും പോയി കറി മേടിച്ചു കൂട്ടുന്നുള്ളൂ റാണി. മനസ്സിലാണെന്ന് തോന്നുന്നു. അപ്പൊ ഈ മിനി ആരെ റാണിയാണെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നും. നമ്മൾ അധികം പറയുന്നില്ല, എന്നാലും നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലായി ഇങ്ങനെ കുറെ അവതാരങ്ങളുണ്ട്. അതൊക്കെ അപ്പൊ ഇങ്ങനത്തെ കുറച്ച് അവതാരങ്ങളുണ്ട്. അപ്പം ഇവരാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഓരോ ജീവിതത്തിലും ഓരോ പടി ഇങ്ങനെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രചോദനം പ്രചോദനം തന്നെ. എനിക്ക് ഇവരെ കുറിച്ച് പറയാനാണ് നമുക്ക് ഒരുപാട് പറയാനായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ റാണിക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം റാണി എന്റെ അനിയത്തിയായിട്ട് തലേദിവസം ഒരു മെസ്സേജ് അയച്ചതിന്റെ ഭാഗമായിട്ട് അപ്പം റാണി തന്നെ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്ന വ്യക്തി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇന്നതാണ് എന്തോ കാര്യം പറഞ്ഞിട്ട് എന്തോ പറഞ്ഞിട്ട്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ കേസ് ഞങ്ങൾ ഓൾറെഡി കൊടുത്തായിരുന്നു. ഞങ്ങൾ ഈ വ്യക്തിനെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിന് മുഖം നോക്കി എനിക്ക് 2 എണ്ണം കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഇപ്പോഴത്തെ സത്യം പറഞ്ഞിട്ടുണ്ട്, 2 കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 കണ്ടിട്ടുണ്ടെങ്കിൽ 2 എണ്ണത്തിന് മുഖം തീർത്ത് 2 കൊടുക്കണമെന്ന് വലിയ ആഗ്രഹമാണ്. എന്ത് കേസ് വന്നാലും
എനിക്ക് യാതൊരു പ്രശ്നമില്ല. അപ്പം ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്തെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വലിയൊരു ആഗ്രഹമാണ്. ഇപ്പൊ ഇന്നത്തെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതാണ്. എന്ത് വെച്ച് കണ്ടുപിടിക്കാൻ നമുക്ക് സത്യം പറഞ്ഞാൽ പറ്റുന്നില്ല. കാരണം നമ്മൾ ഇതിന് പുറകെ പോയി ഒരുപാട് പ്രശ്ന കാര്യങ്ങളുണ്ട്. അപ്പം അല്ലെങ്കിൽ ഇവള് ഈ മിനി എന്ന് പറയുന്നവൾ അവളുടെ സ്വന്തം അഡ്രസ് ഒന്ന് പറയാനായിട്ട് എന്തെങ്കിലും തരും. ഇവള് കേസ് വരട്ടെ, ഇവൻ കേസ് കൊടുത്തു, കേസ് വന്നാൽ ഞാൻ അത് റെഡിയാകാൻ തയ്യാറാന്ന് പറയുന്ന മിനി അവളുടെ സ്വന്തം അഡ്രസ്സ് ഒറ്റയിടത്ത് പറയാൻ അവള് തയ്യാറാകുമോ? അല്ലെങ്കിൽ നാളെ നീ നാളത്തെ വീഡിയോ നീ ചെയ്യുന്നതിന്റെ അത് നിന്റെ അഡ്രസ് കൂടെ നീ ഒന്ന് മെൻഷൻ ചെയ്യും. എന്നിട്ട് ധൈര്യം നീ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം നീ പറയുക. അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി ഇല്ലെങ്കിൽ നിന്റെ ഫാദറിന്റെ നെയിം പറയാം. അങ്ങനെ ഒരാൾ ഇല്ലെങ്കിൽ നിന്റെ അമ്മയുടെ പേര് പറയാം. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം അത്രയും നമ്മളെ ദ്രോഹിച്ചെന്ന് പറഞ്ഞാൽ അത്രയും നമ്മളെ മാനസികമായിട്ട് എങ്ങനെയൊക്കെ ടോർച്ച്. കാരണം നമ്മൾ എന്റെ സംഭവം എന്നാന്ന് വെച്ചാൽ നമ്മളൊരു തെറ്റോ കാര്യങ്ങളോ ചെയ്യാതെ ഈ തെറ്റ് ചെയ്തവരുടെ കൂടെ നിന്ന് ഇങ്ങനെ അതായത് അവരായിട്ട് ഇവര് നിന്ന് സംസാരിക്കത്തില്ലേ, ആ ഒരു സംഭവം അതാണ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് ധൈര്യമുണ്ട് നീ ഇടടി. അതെ, അത്രേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ധൈര്യമുണ്ട് ഇടടി. അതെ, അതെ അതെ അല്ല അർജുൻ മറ്റേ ഇല്ലാത്ത കേട്ടോ. അപ്പം അടുത്തത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഞാൻ അപ്പം സാറ് വിളിച്ചപ്പം കിട്ടിയില്ല, പെങ്ങളെ വിളിച്ചപ്പോഴത്തേക്കും കിട്ടിയില്ല. അപ്പൊ നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല, എല്ലാം പറഞ്ഞു തീർത്താണ്. നമ്മള് സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോകാനാണ് താല്പര്യം. അപ്പൊ ഇങ്ങനെ വിളിച്ച് രണ്ടാമതും വിളിച്ചു, കിട്ടുന്നില്ല. അപ്പം വിഷ്ണുവിന്റെ നമ്പറിൽ വിളിച്ചു, കിട്ടുന്നില്ല. പിന്നെയും വിളിച്ചു, കിട്ടുന്നില്ല. അവസാനം പിന്നെ വേറെ ആരെങ്കിലും വിളിച്ചാൽ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. വേണ്ട, അവിടുത്തെ നമ്പർ ഉണ്ട്, വിളിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം വേറെ ആരെങ്കിലും നമ്പർ, അപ്പൊ അവിടുത്തെ അമ്മയുടെ നമ്പറാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ അവിടെ വിളിക്കണ്ട, കാരണം അമ്മയ്ക്ക് പേടിയാവും. അപ്പം പറഞ്ഞു ഇങ്ങനെയല്ല, കാഷ്വൽ ആയിട്ട് ജസ്റ്റ് സംസാരിക്കത്തുള്ളൂ, ജസ്റ്റ് അമ്മയുടെ കൊടുക്കുക പറയത്തുള്ളൂ, സംസാരിക്കാം. അപ്പൊ അങ്ങനെ വിളിച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി. കാരണം അവരോട് അവരവിടെ ഇല്ലായിരുന്നു. എന്ത് വരും അല്ലേ? കൊടുത്തു. അതിനുശേഷം കൊടുത്തതിന് ശേഷം ഇങ്ങനെ ആദ്യം വെച്ചു. അപ്പൊ കോണ്ടാക്ട് ഉണ്ടെന്ന് മനസ്സിലായി. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ വന്നു. ഞങ്ങൾ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ, അതായത് വിളിപ്പിച്ച് അതിന് വേണ്ടി വന്നാലും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തരത്തില്ല. അപ്പം ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങൾ ചോദിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞങ്ങൾ എന്നാ ഓക്കെ തരാന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞാണ് ആൻമേരി എന്ന് പറയുന്ന ആൻമേരി മുഴുപ്പിൽ എന്ന് പറയുന്ന എന്റെ നമ്പർ നമുക്ക് തരണം. കാരണം എനിക്ക് അവരുമായിട്ട് ഇതുവരെ കോൺടാക്ട് ഇല്ല. ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഇങ്ങനത്തെ കമന്റ്സോ കാര്യങ്ങളോ ഒന്നും ഇടല്, എനിക്ക് ഇന്ന് നമ്പർ ഇടണോ എന്ന് ഞാൻ പറഞ്ഞു. അന്ന് എനിക്ക് നമ്പരോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഞാൻ തരും. എനിക്ക് തന്നിട്ടില്ല, എനിക്ക് ഇതുവരെ അറിയത്തില്ല. എനിക്ക് അറിയാൻ പറ്റുന്ന വഴിയിലെല്ലാം ഞാൻ നോക്കിയ ആ വ്യക്തി എവിടെയുള്ളതാണ് എന്നാണ്. എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നേരത്തേക്ക് ഞാൻ മോശമായിട്ട് ഇടുന്നതിന് നമ്മൾ സപ്പോർട്ട് ചെയ്തില്ല. കാരണം ആരെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും ഇപ്പം അറിയാതെ പറയാനായിട്ട് ആരും അതിനുള്ള ഇതില്ല. ഇൻ കേസ് അവർ ചെയ്തതെല്ലാം വൃത്തികേട് കാര്യങ്ങളാണെങ്കിലും ഒത്തിരി മോശം പറയുന്നതിനോട് ഒരു നമുക്ക് എതിർപ്പുണ്ട്. അപ്പൊ നമ്മൾ അതിനൊന്നും സപ്പോർട്ട് ചെയ്തില്ലായിരുന്നു. അപ്പം ഇവര് റാണിയുടെ നമ്പർ ഇവരുടെ കയ്യിലുണ്ട്. അപ്പം ഉണ്ടെന്ന് പറഞ്ഞു, തരാന്നൊക്കെ പറഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പൊ അവര് ഇടുക്കിയിലാണ്. തിരിച്ചിങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു നമ്പർ തരാൻ പറ്റുകയില്ല. കാരണം പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ആ ചേച്ചിക്ക് BP-യോ ഷുഗറോ, ആ അമ്മയ്ക്ക് BP-യോ ഷുഗറോ ഒക്കെ കൂടി ആ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലും കയറി നടക്കേണ്ടി വരും. ഈ ലോകം മൊത്തം നാട്ടുകാരെ എല്ലാം വൃത്തികേട് മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ സ്ത്രീയുടെ അടുത്ത് ഇവർക്ക് എന്തിനാ ഇത്ര കൂറ്? അല്ല, എന്റെ കുഞ്ഞിനെ ഏറ്റവും മോശം, എന്റെ ഭാര്യനെ എന്നെ ഏറ്റവും വൃത്തികേട് മാത്രം പറയുന്ന പോട്ടെ സംഭവം. ഇത്രയും വൃത്തികേട് പറയുന്ന ഒരു സ്ത്രീക്ക് BP കൂടുവോ ഷുഗർ കുറയോ എന്നൊക്കെ ആവലാതിപ്പെടാനായിട്ട് ഇവരുടെ ആരാ ഇവള്? അതുകൊണ്ട് അവിടെ കൊണ്ട് രണ്ടുപേരോട് സംസാരിച്ചപ്പോ നമ്മള് അവരോട് മാത്രം രണ്ടുപേരും സംസാരിച്ചോണ്ട് പറഞ്ഞു അത് പറ്റത്തില്ല അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു ഓക്കെ, മനസ്സിലായി കാര്യങ്ങളുള്ള. ഞാൻ മുന്നോട്ട് കേസുമായിട്ട് തന്നെ പോകത്തുള്ളൂ. അപ്പൊ അതിനകത്ത് നിങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണെങ്കിൽ ഒരിക്കലും ഞാൻ കേസ് പിൻവലിക്കത്തില്ല. അതിനകത്ത് നിങ്ങൾ രണ്ടുപേരും തരുന്നത്. അപ്പൊ ഓക്കെ എന്നാണ് ശരി എന്ന് വെച്ചു. ഞാൻ അതുകൊണ്ടാണ് വെച്ചാണ് പോയത്.
പിന്നെ ഈയിടെ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈയിടെ എന്തോ അറിഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ അമ്മ വീണ സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ഇല്ലാത്തൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റേതായിട്ടുള്ള വിഷമം നമുക്കുണ്ട്. കാരണം ഇത്രയും വൃത്തിയായിട്ട് പറയുന്ന ഒരു സ്ത്രീയുടെ നമ്പർ ചോദിച്ചപ്പോഴത്തേക്കും നമ്പർ തന്നില്ല. കാരണം അന്നേ അവളെ പിടിക്കായിരുന്നു. ഇത്രയും നാട്ടുകാരെ എല്ലാം അവർ വൃത്തിയായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കത്തില്ലായിരുന്നു. അത് വലിയൊരു കാര്യം തന്നെയായിരുന്നു. അതല്ല, നാളെ അവള് കേൾക്കാൻ പോകുന്നില്ല. കാരണം ഇന്നലെ റാണിയിട്ട കമന്റ് എന്താണെന്നറിയോ? ഈ പറയുന്ന, അതായത് പോലുള്ള സിന്ധാമ വ്ളോഗ്സ് അവര് മകളും നീ നമ്മളും എല്ലാം ഉൾപ്പെടെ ഫുൾ ഉഡായിപ്പോളാന്ന് പറഞ്ഞാണ് ഇപ്പൊ അവര് അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ നാളെ അപ്പൊ അതിന് വയ്ക്കുന്നത്. ഇപ്പം എന്താ വന്ന സംഭവം എന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും അത് ആരാ കളിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വീഡിയോ ഒക്കെ ഇറക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ചേച്ചി. പക്ഷെ ഈ ചേച്ചിയുടെ പുറകിൽ നിന്ന് വലിക്കുന്നതായിരുന്നു നമുക്ക് ശരിക്കും. അപ്പൊ അതങ്ങനെ നടക്കട്ടെ. അപ്പൊ അത് എന്തായാലും നമ്മൾ ഇത്രയും നാളെ മിണ്ടാതിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ ഫാമിലി മെമ്പേഴ്സ് ഇതൊന്നും കാണാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്ത് വിടുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങൾ. കാരണം ഇതുപോലെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ നെഗറ്റീവായി പോകും. നമ്മൾ പ്രതികരിക്കേണ്ടത് പ്രതികരിക്കേണ്ട ചെയ്യണം. ഞാൻ ഒത്തിരി പ്രതികരിക്കാതിരുന്നോണ്ട് മാത്രമാണ് ഞാൻ ഒത്തിരി അനുഭവിക്കേണ്ടി വന്നത്. വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും സോഷ്യൽ മീഡിയ നാളെ ശരിക്കും അനുഭവിച്ചത്. പക്ഷെ ഞാൻ ഇന്ന് സംസാരിക്കുമ്പോൾ എന്റെ നേരെ എതിർക്കുന്നുണ്ട് ഒത്തിരി പേര്. നീ അങ്ങനെ പക്ഷെ എനിക്കിത് പ്രശ്നമല്ല. പക്ഷെ ഞാൻ പ്രതികരിച്ചാൽ അത് എന്റെ ഭാഗം ഞാൻ ക്ലിയർ ആക്കുകയും ശരിയോ തെറ്റോ എടുക്കേണ്ടത് ഓരോരുത്തരുടെ ഓരോരുത്തരുടെ മൈൻഡ് അനുസരിച്ചാണ്. അതെ. അപ്പം അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നമ്മള് ഒരു ബന്ധത്തിന് മുന്നോട്ട് പോകുന്നില്ല. അങ്ങനെ പോകുന്നു. കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ്, നമ്മളെക്കാളും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൃത്തികെട്ട സ്ത്രീ ആണെങ്കിൽ നമുക്ക് അതിന് വില കൊടുക്കേണ്ട കാര്യമില്ല. കാരണം മുന്നോട്ട് നല്ലപോലെ തന്നെ പോകാനായിരുന്നു എനിക്ക് താല്പര്യം. ഈ ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അത് ഈയിടെ വിളിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര സന്തോഷത്തിലാണ് ഞങ്ങൾ ഇരുന്നത്. എന്നിട്ട് നിങ്ങൾ അതിനൊരു വില കൽപ്പിച്ചില്ല. അവരുടെ താല്പര്യം എന്തുവാണോ അവരുടെ താല്പര്യം മുന്നോട്ട് അങ്ങനെ തന്നെ പോകാനാണ്. അപ്പം അങ്ങനെ തന്നെ പോട്ടെ, അങ്ങനെ തന്നെ വിചാരിച്ചിരിക്കുന്നു കേട്ടോ. അടുത്ത വീട് പണി തീരുമ്പോൾ കൂടെയുള്ളവരെ കൂടി ശ്രീലേഖ യസായി വീട് പണി തീരുമ്പോൾ ഈ കൂടെയുള്ളവരെ കൂടി കൊണ്ടുപോകണം. അതാണ് അപ്പുവിന്റെ അച്ഛനമ്മ. ഉറപ്പായിട്ട് ഇവരെല്ലാവരും എൻ്റെ കൂടെ തന്നെ എപ്പോഴും കാണും കേട്ടോ. സാബു കെയർ ഒരു ചോദ്യം മാത്രം, എറണാകുളം വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കൂ, കാണാൻ കൊതിയായിട്ടാണ് വിളിക്കുക. പ്ലീസ് ഉറപ്പായിട്ടും. ED വ്ളോഗ്സ് ആ സ്ഥലം ചേട്ടന്റെ ഫാദറിന്റെ ആണ്. അത് അവർ തന്നാൽ വാങ്ങിക്കണം, അത് സൂക്ഷിക്കണം. ചേട്ടന്റെ കടമയാണ്. ഒപ്പം അവരെ നോക്കണം. അവരെ നോക്കുമോ? ചാച്ചനെ വെല്ലുമിച്ച് ഉറപ്പായിട്ട് നോക്കും. അത് അവരെപ്പോ വന്നാലും ചാച്ചനെ വെല്ലുമിച്ച് നോക്കും. ആ സ്ഥലം എനിക്ക് അവകാശപ്പെട്ടതെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ആ വെല്ലുച്ചാച്ചന്റെ വെല്ലുമിച്ചിയുടെ സ്ഥലമാണ്. അത് അവർക്ക് എഴുതി കൊടുത്തതാണ്, അവർക്ക് അന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ സ്ഥലത്തിന് അവർ ശവപ്പറമ്പെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. മരണശേഷം ഭാര്യക്കാണ്. പക്ഷെ ഭാര്യ അഡ്രസ് മാറി. പുഷ്പാലയമായിരുന്നെങ്കിലും ഓക്കെ. ആ ജനിച്ച രണ്ട് മക്കളെ സമ്മാനമായിട്ട് ലാലാജി തന്നിട്ട് പോയെന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതായത് പറയുന്ന കേട്ടു ഞാൻ. നമുക്കും വിഷമമുണ്ട് ഓരോ കാര്യങ്ങൾ. ഓരോ നമ്മളെ കുത്താവുന്ന അത്ര കുറെയൊക്കെ പൊക്കി പറയുന്ന നമുക്ക് കുത്തുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട് അവർ. അപ്പം എൻ്റെ അപ്പൻ സമ്മാനമായിട്ട് കൊടുത്തതാണ് അവർക്ക്, ഞങ്ങളെ രണ്ടുപേരെ. ഓക്കെ. അപ്പം ആ കൂട്ടത്തിൽ കിട്ടി. അവർക്ക് മുന്നോട്ട് കൈവശാവകാശം കിട്ടണമില്ല. ആ മക്കൾക്കാണ് അതിനകത്ത് അവകാശം. കാരണം അവരുടെ അഡ്രസ്സാണ് എൻ്റെ അഡ്രസ്സാണ് പുഷ്പാലയം. അവരുടെ അഡ്രസ്സ് വേറെയാണ്. അപ്പം എനിക്ക് എന്നും പറഞ്ഞിട്ട് എനിക്ക് അവകാശം, എനിക്ക് ആ സ്ഥലമേ എനിക്ക് വേണ്ട. അപ്പൻ്റെ ആണ്. അപ്പനോടുള്ള സ്നേഹവും ഓർമ്മയും എല്ലാം മനസ്സിൽ കാണും. കാരണം ഞാനും കേട്ട് വളർന്നത് എല്ലാം മോശമായിട്ടുള്ള ഒരു അപ്പൻ എന്ന രീതിയിൽ ലേബലിലാണ് ഞാനും കേട്ട് വളർന്നത്. നിങ്ങൾക്ക് മനസ്സിലാവല്ലോ, ചിന്തിക്കാമല്ലോ. ഇപ്പൊ തന്നെ ഇത്രയും ഒരു വർഷത്തോളം വീഡിയോകൾ ഇടുന്നു. അതിനകത്ത് എല്ലാ ഡെയിലി ഒരു വീഡിയോക്കകത്ത് ഒരു മരിച്ച ആളെ കുറിച്ച് ഇത്രയും മോശം പറഞ്ഞു. അപ്പം മക്കൾ ഇത്രയും നാളും ഒരുമിച്ച് താമസിച്ച മക്കളുടെ അടുത്ത് എത്രയും രീതിയിലായിരിക്കും പറഞ്ഞു. അതാണ് റിയാലിറ്റി. അപ്പം എനിക്ക് ആ സ്ഥലവും കാര്യങ്ങളോ ഒന്നും വേണ്ട. ചാച്ചനെയും വെല്ലുവച്ചയും ഞാൻ അവരെ 100% എൻ്റെ കൂടെ നിന്ന് നോക്കും. അവരോട് ഇവിടെ നിൽക്കാനും പറഞ്ഞാണ്. ചാച്ചൻ പറഞ്ഞത് അപ്പു നീ വീട് വെക്കടാ, എന്നിട്ട് ഇവിടെ വന്ന് നിൽക്കാന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഞങ്ങൾക്ക് വെല്ലുവച്ച എന്നോട് ചോദിച്ചു ഞങ്ങൾക്ക് വേണ്ടി റൂം പണിയില്ലോ അല്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞു വീട് പണിയുമ്പോ അല്ലേ ചോദിച്ചു, പണിയാതെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ചോദിച്ചിട്ട് പോയതാണേ. അപ്പം സനിൽ പ്രസാദ് അമ്മു ഇനി തൊട്ട് ഇന്ന് വീഡിയോ ഉണ്ടാകുമെന്ന് പറഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് വരുന്ന ഈ കൂതറ സ്വഭാവം എന്ന് നിർത്തും. ഇന്ന് കണ്ട അടുത്ത ആഴ്ച കാണാൻ കേട്ടോ ആവശ്യത്തിന്. പിന്നെ നമ്മൾ ഇനി വീഡിയോ എല്ലാ ദിവസവും ചെയ്യും. അതിനുള്ള കണ്ടന്റ് നമ്മൾ റെഡിയാക്കണം. നമ്മുടെ മിനിക്കുട്ടി അപ്പുറത്ത് വീഡിയോ ചെയ്യേ. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ കണ്ടന്റ് ഇപ്പഴത്തിരും നമ്മൾ അവക്കിട്ട് ട്രോളുക, അവൾ അവിടെ ട്രോളുക, ഇവിടെ ട്രോളുക. അത് തന്നെയായിരിക്കും ഈ കൂതറ സ്വഭാവം എന്നിടത്ത് ആവശ്യം വിളിച്ചു വിട്ടും ദുബായ് ജമ്മിയുടെ അന്വേഷിച്ചതായി പറയണം. ഉറപ്പായിട്ട്. അജിരേഷ്മ അപ്പു കുഞ്ചു നിങ്ങൾക്ക് ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം എന്താണ്? ഏറ്റവും വലിയ മണ്ടത്തരങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പുവിന്റെ നല്ല സ്വഭാവം, അതുപോലെ ചീത്ത സ്വഭാവവും. എന്റെ നല്ല സ്വഭാവം എന്താടി നീയാ പറയേണ്ടത്? എന്റെ നല്ല സ്വഭാവം എന്നാന്ന് വെച്ചാല് എല്ലാരെയും ഒത്തിരി അങ്ങ് വിശ്വസിക്കും, സ്നേഹിക്കും. അത് തന്നെയാണ് നല്ല സ്വഭാവം. അത് തന്നെയാണ് ചീത്ത സ്വഭാവം. നല്ല സ്വഭാവം അത് തന്നെയാണ്, ചീത്ത സ്വഭാവം അത് തന്നെയാണ്. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അതുപോലെ കുഞ്ചുവിനെ രണ്ടാളും പറയണം. കുഞ്ചൂസിന്റെ ആണെങ്കിൽ
കുഞ്ചൂസ് ഇതുപോലെ തന്നെയാണ്, ഒന്നും മനസ്സിലാക്കാതെ ഒത്തിരി അങ്ങോട്ട് സ്നേഹിക്കും, അവസാനം ഇരുന്ന് പോകും. അതാണ് സംഭവം, അതാണ് സത്യം. സുനിൽ രേഖ, പുതിയ ഷോപ്പിൽ കസ്റ്റമേഴ്സ് കൂടുതൽ വരുന്നുണ്ടോ? പുതിയ ഷോപ്പ് ഒന്ന് റണ്ണായി വരുന്നതേ ഉള്ളൂ, അതിനുള്ള കച്ചവടം കാര്യങ്ങളൊന്നും ആയിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. അതെ, ഏരിയ ആയതുകൊണ്ട് അതൊന്നും ആയി വരണം. അവിടെ റണ്ണിങ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് അങ്ങനെ വോക്കിംഗ് കസ്റ്റമേഴ്സ് കുറവാണ്, അപ്പൊ അങ്ങനെ കേട്ടോ അറിഞ്ഞു വരണം. അടുത്തത് ഉഷാ മോനപ്പൻ സുകന്യയോടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൂനെ നേരത്തെ വിളിച്ചിരുന്നത് മറന്നുപോയി, അച്ചാച്ചൻ വിളി നിർത്തിയിട്ട് അപ്പൂന്ന് വിളിക്കുന്നത്. എന്റെ മോനെ പേര് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാന്ന്. മോളെ സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. ഞാൻ അച്ചാച്ചാന്ന് വിളിക്കും, അപ്പൂന്ന് വിളിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. എല്ലാ പേരും വിളിക്കുന്നുണ്ട്, മിക്സ് ആയി വിളിക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ചുകൂടി ഇപ്പം ഒരു അച്ചാച്ചൊന്ന് വിളിക്കട്ടോ, അച്ചാച്ചൊന്ന് വിളിക്കും. എല്ലാം വിളിക്കുന്നുണ്ട് കേട്ടോ, എല്ലാ പേരും വിളിക്കുന്നുണ്ട്. അടുത്തത് ദീപ പ്രദീപ് കുമാർ. ഹായ്, ഒത്തിരി ഇഷ്ടം, ഇനി ഒരുപാട് വിവരങ്ങൾ എത്തട്ടെ, ആരുടെയും കണ്ണ് കേട്ടായിരിക്കട്ടെ. അപ്പു, ലച്ചൂട്ടി, ആമി, കുഞ്ചു, അച്ഛ, അമ്മ, ചിറ്റാമ്മ എല്ലാവരെയും അന്വേഷണമായി പറയണം. ഈ കമന്റ് വായിക്കൂ എന്നറിയത്തില്ല. ഹായ് ചേച്ചി, എല്ലാവരെയും അന്വേഷണം പറയാം കേട്ടോ. ശ്രീലേഖ VS കുമാരിയമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുമാരിയമ്മയ്ക്ക് ഇടയ്ക്ക് ഒരു ഇൻഫെക്ഷൻ ഒക്കെ ആയിരുന്നു, മാറി, ഇപ്പൊ പെയിനുണ്ട്. അതെ. കൃഷ്ണ, യുവർ ഡ്രീം ഹോം പെട്ടെന്ന് പൂർത്തിയാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു കൃഷ്ണ. അശ്വതി, സവിൻചേട്ടന്റെ അമ്മ സുഖമായിട്ട്, സവിൻചേട്ടൻ അമ്മ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ, പോയി തുടങ്ങി. അതെ. സബി, അമ്മൂന് പരിക്ക് പറ്റിയപ്പോ കാണാൻ പോവുകയോ വിളിക്കുകയോ ചെയ്തോ? കാണാൻ പോയിരുന്നില്ല, വിളിച്ചിരുന്നു കേട്ടോ. ഞാൻ വിളിച്ചിരുന്നില്ല, അവളാ വിളിച്ചിരുന്നത്. ഞാനത് പറഞ്ഞിരുന്നല്ലോ, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വിളിച്ചിരുന്നില്ല. 2 ദിവസം മുൻപ് അമ്മയുടെ ചാനലിൽ അമ്മ കുറെ നാളുകൾക്ക് ശേഷം നിങ്ങളെ പറയാതെ പറഞ്ഞു. നല്ല കാര്യമാണ് പറഞ്ഞു കേട്ടോ, അത് നിങ്ങൾക്ക് നല്ല കാര്യമായിട്ട് തോന്നും. അത് കേട്ടപ്പോൾ എന്ത് തോന്നി? ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അത് കണ്ടത്. എനിക്ക് എപ്പോഴും ഞാൻ ഒത്തിരി പേരോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവരുടെ വീഡിയോ ഷെയർ ചെയ്ത് തരല്ലേന്ന്. കാരണം എനിക്ക് ഷെയർ ചെയ്ത് തരുവാണ് ഓരോ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും. വീട് താമസമാകുമ്പോഴത്തേക്കും എല്ലാവരും ഒന്നാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ഒരിക്കലും ഒന്നാവത്തില്ല കേട്ടോ. കാരണം കോടതിയിൽ നിന്ന് അങ്ങനെയാണ് പറഞ്ഞു വിട്ടിരുന്നതും ഒപ്പിട്ട് കൊടുത്തതും. ഒരിക്കലും ഞാൻ അവരെ കാണുക പോലും, അവരുടെ മുന്നിലോട്ട് ചെല്ലുക പോലും ചെയ്യില്ല. മരണശേഷം പോലും അവിടെ ചെല്ലാൻ എനിക്ക് ചെല്ലാൻ പറ്റുകയില്ല. അങ്ങനെയാണ് ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ട് വന്നേക്കുന്നത്. അതുകൊണ്ട് നിബന്ധന സംബന്ധിച്ചാൽ മാത്രമേ ഒരു കേസ് ഇത് ചെയ്തിട്ടുള്ളൂ, പിൻവലിക്കത്തുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും കണ്ടീഷൻസ് വെച്ചു. നമ്മൾ പിൻവലിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതല്ല. അവരുടെ കണ്ടീഷൻ എന്താണോ നമ്മുടെ കണ്ടീഷൻ എന്താണോ ചോദിച്ചു. അപ്പൊ അവരുടെ കണ്ടീഷൻ 5 ലാഖും അതേപോലെ ഞാൻ 5 ലാഖ് ഒരിക്കലും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. കിട്ടത്തില്ലെന്ന് വക്കീലിന്റെ അടുത്ത് പറഞ്ഞു. 5 രൂപ പോലും കിട്ടത്തില്ല, അത് ചുമ്മാ ഒരു ഇതാണെന്ന് പറഞ്ഞു. അത് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. അപ്പം അടുത്ത കണ്ടീഷൻ വെച്ചതാണ് അവരുടെ മരണകാലത്തോളം ഞാൻ അവിടെ കയറില്ലെന്നും ചെല്ലെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് നമ്മള് പറഞ്ഞ നിബന്ധനയോടെ വേണം പറയാം. നമ്മള് പറഞ്ഞത് വീഡിയോകളിൽ നമ്മളെ കുറിച്ച് മെൻഷൻ ചെയ്യാതിരിക്കുക. പക്ഷെ അത് ആ നിബന്ധന അവര് തെറ്റിച്ചു. പിറ്റേ ദിവസം തന്നെ തെറ്റിച്ച് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ വലിയ മെയിൻ ചെയ്യുന്നില്ല. നമ്മൾക്ക് പറയാനുള്ള നമ്മൾ പറയാം, അവർക്ക് പറയാനുള്ള അവരും പറഞ്ഞു. അത്രേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. കാരണം എവിടെ ഇത് പോകത്തില്ല. എന്നിട്ട് അവർ എന്ത് എഴുതുന്ന പറയും, കോടതിയെ പോലും വരുന്നത് അവർക്കാണ് ശരിക്കും പേടിയില്ലാത്ത. കാരണം അത്രയും കള്ളവാണ് ഇന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലവ്ലി ചേച്ചിയാണ് കേട്ടോ നമ്മുടെ വെൽക്കം ടു ദ നെയ്ബർഹുഡ്. വി ഹോപ്പ് യു ലവ് കുട്ടൻചിറ. ഇറ്റ് വാസ് സർപ്രൈസ് ടു സീ യു ഗൈസ് ദേർ. ഓൾ ദി ബെസ്റ്റ്. അതായത് നമ്മുടെ സ്വന്തം നമ്മുടെ സ്ഥലം മേടിച്ചില്ലേ, തൊട്ട് താഴത്തെ ചേച്ചി അമേരിക്കയിലാണ്. അപ്പൊ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, അപ്പം കണ്ടിട്ടുണ്ടായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ നമ്മൾ തൊട്ടടുത്ത് തന്നെ നമുക്ക് സ്വന്തം ഫാമിലിയെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ലവ്ലി ചേച്ചി. യെസ്. അപ്പൊ വിദ്യ ഫിനിക്സ് പക്ഷികളെ കാണുമ്പോൾ പ്രൗഡ് തോന്നുന്നു. താങ്ക് യു. മെട്രിക്സ് ചാനൽ തിരുമേനി, നമ്മുടെ തിരുമേനിയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ വീഡിയോ ആണ്? ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്നത് എനിക്ക് ഇവക്ക് കേക്ക്, അതായത് കേക്ക് മേടിക്കാൻ പറ്റാതെ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേട്ടോ. റിഫ, നിങ്ങൾ സ്വന്തമായിട്ട് ചങ്ങനാശ്ശേരിയിലാണ് വീട് വെക്കുക? ആദ്യം ഉറപ്പായിട്ടും ചങ്ങനാശ്ശേരി മാമൂട്ടിലാണ് വീട് വെക്കുക. ടെൻസി ജോസഫ്, നിങ്ങളുടെ വീട് പണി, 2 ഷോപ്പ്, വീട്ടിലെ കാര്യം, പിള്ളേരെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? ഞാൻ നിങ്ങളുടെ ഒരു നെയ്ബറാണ്, പായിപ്പാടാണ് വീഡിയോ. നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് നിങ്ങൾ ഇവിടെ വരെ സ്ട്രഗിൾ ചെയ്താണ് നിങ്ങൾ ഇവിടെ വരെ വന്നേ. റിയലി ഗ്രേറ്റ് ആയിരുന്നു, ഒരു ഇൻസ്പിറേഷൻ ആണ് നിങ്ങൾ രണ്ടുപേരും. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. നമ്മൾ പായിപ്പാട് നിങ്ങൾ മാറി കേട്ടോ. നമ്മൾ ഇവിടെയാണ്, പെരുന്നേലാണ്.
അപ്പൊ 2 ഷോപ്പ്, അതേപോലെ ബാക്കി കാര്യങ്ങൾ, 2 പിള്ളേര്, എല്ലാ കാര്യങ്ങളും ഇവിടെ മാനേജ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ വീട്ടിൽ അച്ഛ ചിറ്റാമ്മ കുഞ്ഞുങ്ങളുടെ കാര്യം എല്ലാം നോക്കുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ 2 ഷോപ്പിലെ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ എല്ലാ കാര്യങ്ങളും ഈസിയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം നല്ലൊരു പേരൻസിനെ കിട്ടിയോണ്ട് അവരുടെ സപ്പോർട്ട് ഒരുപാട് നമുക്കുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം, നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അമ്മ വീണതോ അല്ലെങ്കിൽ 2 കുഞ്ഞുങ്ങളുള്ളതോ ഒന്നും നമുക്ക് ഒരു തടസ്സമായിട്ട് ഇന്ന് വരെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം അതുപോലെ ആ തടസ്സങ്ങളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് അവരതുപോലെ കുഞ്ഞുങ്ങളെ കാര്യങ്ങളും നോക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. അത് ഞങ്ങൾ നോക്കുന്നതിനേക്കാളും 100 ഇരട്ടിയായിട്ട് അവർ നോക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പം എനിക്ക് നല്ലൊരു അച്ഛനെയും അമ്മയും കിട്ടി. അവളുടെ അച്ഛനും അമ്മയാണെങ്കിലും എൻ്റെ സ്വന്തം പോലെ അല്ലെ എൻ്റെ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് എല്ലാം ചെയ്തു തരുന്നതുകൊണ്ടാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും. അമ്മ ഇപ്പോഴും എന്നെ അടുത്തല്ല. അപ്പൊ ഞാൻ എൻ്റെ അപ്പൂമോൻ ഞാൻ എന്നെ തീർച്ചയായിട്ടും അപ്പൂമോനൊന്നും പറയാൻ സമയത്തില്ല. ആരും ഞാൻ ഒന്നും ഇങ്ങനെ നോക്കരുത്, എടുക്കരുത്. ഞാൻ പറയാണ്ട് വരുന്നുണ്ട്, അമ്മ വരുന്നുണ്ട്, അമ്മ വരുന്നുണ്ട് പറയുന്നത്. അടുത്ത ദിവസം അതിനെന്തറിയാമോ, ഞങ്ങൾ ചിക്കൻ അടി വെക്കും, അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഇനി ഞാനാണ് ചോറിനകത്ത് പൊത്തിയാണ് വെക്കുന്ന ചിക്കൻ. ചിക്കന് കൊളസ്ട്രോൾ അല്ലേ അവസാനം. ഇന്നലെ ഈ കരളിനൊരു കരളിനടിയായിരുന്നു എനിക്ക് തോന്നുന്നു. സാധനം ഓടി എന്തൊരു നമ്മളെ മനസ്സിനെ പറഞ്ഞ് വിഷമിപ്പിക്കും. എന്നിട്ട് എന്റെ കരൾ വാങ്ങിക്കാണോ ഇതിനുള്ള പരിപാടി. ഈ ശരീരം മാത്രമേ ഉള്ളൂ, ചിക്കൻ ഒരു അടി ഉണ്ടാക്കുന്ന ഇറക്കുന്നത്. അടുത്ത ദിവസം റിഫ മുംബൈ വായിച്ചാണേ. ലാലച്ഛന്റെ വീട്ടുകാരെ എന്താണ് സിന്ധുവമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തത്, അവർ എന്താണ് ചെയ്തത്, അച്ഛനോടുള്ള ദേഷ്യം കൊണ്ട്. അവരോട് ദേഷ്യം വേറൊന്നുമല്ല. എൻ്റെ അനിയത്തി അവിടെയായിരുന്നു കുറേ നാൾ, +2 കഴിഞ്ഞിട്ട്. കാരണം നിൽക്കാൻ പറ്റാത്ത കുറേ കണ്ടീഷൻ ഉള്ളതുകൊണ്ട് +2 അല്ല 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1ഉം +2ഉം കാഞ്ചാറിലായിരുന്നു. അപ്പം അവിടെ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം അവിടുന്ന് ഇങ്ങ് തിരിച്ച് കൊണ്ടുപോകണമെന്ന് ചാച്ചൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അന്ന് തൊട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം. അതുവരെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ചാച്ചനോടും വെല്ലുമിച്ചോടും ഭയങ്കര ദേഷ്യമായിരുന്നു, ചാനീശയുടെ എവിടും. അപ്പം അതിൻ്റെ പേരിൽ ഒരു ചെറിയ കേസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അത് അവരുമായിട്ടല്ല, വേറെ ഒരു കേസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ചാച്ചനും വെല്ലുമിച്ച് അന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പറ്റുകയില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിലുള്ള ഒരു ദേഷ്യ കാര്യങ്ങളായിരുന്നു. അത് പിന്നീട് ഭയങ്കര കാര്യങ്ങളിലോട്ടൊക്കെ പോയി ഒരു കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പിന്നീട് നമ്മളൊരു വീഡിയോ ചെയ്ത്, അതായത് ഒരു ലൈഫ് സ്റ്റോറി ചെയ്തപ്പോഴത്തേക്കും അത് കൂടുതൽ കുറച്ചുകൂടെ ഒരു ദേഷ്യത്തിലോട്ട് മുന്നോട്ട് പോയി. അങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്. അല്ലാതെ വേറെ കുഞ്ഞിലെ ഇപ്പം ചാച്ചനെ വെല്ലുമിച്ച് എടുത്തായിരുന്നു ഞാൻ 1ാം ക്ലാസ്സിലൊക്കെ നിന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇങ്ങനെ ഉപ്പറയിലോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പം അത് കഴിഞ്ഞിട്ട് നല്ല ബന്ധു കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ഒരു കേസ് വന്നപ്പോഴത്തേക്കുമാണ് കുറച്ചുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കോ കാര്യങ്ങളൊക്കെ ആയത്. ഇപ്പം ഈ ചാച്ചൻ എൻ്റെ കൂടെ ഉണ്ട്, വെല്ലുമിച്ച് എൻ്റെ കൂടെ ഉണ്ട്. അവർക്ക് എന്തുവാണെന്നറിയാം, എല്ലാ കാര്യങ്ങളും സത്യം എന്തുവാണെന്നറിയാം. അപ്പോൾ അവർ പലപ്പോഴും പറയാനായിട്ടെല്ലാം ഈ വീഡിയോയുടെ മുന്നിൽ വരാൻ വരെ തയ്യാറായിരുന്നു. പക്ഷേങ്കിൽ നമ്മൾ അവരെ വെച്ച് ഒരിക്കലും ഒരു വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യിപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഒരു സത്യങ്ങളോ കാര്യങ്ങളോ ഇത് വെച്ചൊക്കെ പറയാൻ എല്ലാവരും പറയാൻ തയ്യാറായിരുന്നു. പക്ഷെ നമ്മൾ അതിനൊന്നും നമുക്ക് താല്പര്യമില്ല. ഈ ആരെയും ഇപ്പോൾ ബോധിപ്പിച്ചിട്ട് എന്തോ ചെയ്യാനാണ്, നമുക്ക് അങ്ങനെയൊന്നും നോക്കിയിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ ജീവിതം എന്താണോ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകുക. ഇന്നും ഇപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ എന്നെ ഇപ്പോൾ അങ്ങനെ, അതായത് ഇപ്പോൾ ആ സ്വത്ത് ഞാൻ എഴുതി മേടിച്ചെന്നുള്ള രീതിയിൽ ആക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് പറയേണ്ട സാഹചര്യം വരുന്ന ഓരോ കാര്യങ്ങൾ. അപ്പം അടുത്തതേ റീന മോൾ കുര്യൻ, ഗോഡ് ബ്ലെസ് യു ഡിയേഴ്സ്, ഐ ലവ് യുവർ ഫാമിലി ഫ്രം ഇസ്രയേൽ. ഹായ് യേശി, താങ്ക് യു. റെമൂസ് വേൾഡ്, സിന്ധുവമ്മ തെറ്റുകളൊക്കെ മറന്നൊരു പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വന്നാൽ നിങ്ങൾ സ്വീകരിക്കുക. ഒരിക്കലും തെറ്റ് തിരുത്താനും പോകത്തില്ല, ഒരിക്കലും വരാനും പോകുന്നില്ല. പിന്നെ അങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രസക്തി ഇല്ല കേട്ടോ. കാരണം അവർ ഒരിക്കലും തെറ്റ് തിരുത്തത്തുമില്ല, ഒരിക്കലും വരത്തുമില്ല. ഗ്രീഷ്മ ബിജു, 50 രൂപയുടെ കേക്ക് പോലും മേടിക്കാൻ പറ്റാത്ത ഒരു കാലം നിങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടായിരുന്നു ഈ മാറ്റം. ഇതെല്ലാം എങ്ങനെ നോക്കി കാണുന്നു? ഇതുപോലെ തന്നെ സ്നേഹത്തിലും സന്തോഷത്തിലും പോകാൻ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അത് അങ്ങനെ ഒരു കാലം, അന്ന് 50 രൂപ ഇല്ലായിരുന്നത്. ഞാൻ പാലായിൽ നിന്ന് പോകുന്നുണ്ട്, ജോലി നടത്തി പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് തിരികെ ഉപ്പുതറ വന്നതിന് ശേഷം ഞങ്ങളുടെ നമ്മളെ അന്നേരം യൂട്യൂബ് നമ്മുടെ ഇതാണ്, നമുക്ക് അതിന് വരുമാനം കിട്ടുമോയെന്ന് അത്ര കൺഫേം ഒന്നും ആയിട്ടില്ലായിരുന്നു. എങ്കിലും അതിനകത്ത് വരുമാനം കയറുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അത് അറിയത്തില്ലായിരുന്നു, കിട്ടുമെന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. അന്ന് എൻ്റെ കയ്യിൽ 50 രൂപ ഇല്ലായിരുന്നു, സത്യമാണ്. ഒന്നുമില്ലായിരുന്നു എൻ്റെ കയ്യിൽ. എന്നിട്ടും അന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു പ്രൊമോഷൻ 2000 രൂപ കൊണ്ട് കിട്ടിയായിരുന്നു. അന്നാണ് ഞാൻ കേൾക്കുക, ഭയങ്കര സന്തോഷമായിരുന്നു അന്ന്. അപ്പം അങ്ങനെയാണ് മനസ്സിലായി യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ ഏണിങ്സ് കിട്ടും, പ്രൊമോഷന് കാര്യങ്ങൾ. അല്ലാതെ അങ്ങനെയാണെന്ന് മനസ്സിലാകുന്നത്. ദൈവം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നത്. അപ്പോൾ അന്ന് 50 രൂപ ഇല്ലായിരുന്നു.
ഇന്നിപ്പം 50 പേർക്ക് കേക്ക് മേടിച്ചു കൊടുക്കാൻ ആഗ്രഹിച്ചാലും പറ്റും. അങ്ങനെ ഒരു വിശ്വാസം ഇപ്പം അത് നമ്മൾ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യുന്നുമുണ്ട്. അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. പിന്നെ നിങ്ങളെയൊക്കെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. അപ്പം അതിനകത്ത് ഒരുപാട് സന്തോഷവും അഭിമാനവും മാത്രമേ ഉള്ളൂ. എത്ര എവിടെയൊക്കെ ചെന്നാലും ഇപ്പം നമ്മുടെ ഒരുപാട് ഹാർഡ് വർക്കിന്റെ ഫലമാണ് രണ്ടാമത്തെ നമ്മുടെ ഇപ്പം 2 കടയായിട്ടുണ്ട് നമുക്ക്. അപ്പം ഇനിയിപ്പോൾ എത്ര കടയായാലും എത്ര കാലം ചെന്നാലും ആ പിന്നിലോട്ടുള്ള വഴികൾ എന്നും നമുക്ക് ഓർമ്മയിലുണ്ടാവും. അതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ മുന്നോട്ട് നടത്താനായിട്ട് പ്രചോദനമാക്കുന്നത്. അതെ. 4 ഫ്രണ്ട്സ് സ്പേസ്. ചേച്ചി ചേട്ടാ നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളുടെ വീഡിയോസ് ഞാൻ എന്നും കാണാറുണ്ട്. നിങ്ങൾ ഇനി ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. പഠിച്ചുകൊണ്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ചേച്ചി. താങ്ക് യു. ഋഷ. പ്രിയങ്കാപ്പി എവിടെ? അമ്മയെ കാണാൻ വന്നില്ല. അമ്മ അല്ല പ്രിയങ്കാപ്പി ഇടയ്ക്കൊക്കെ വന്നായിരുന്നു. കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ്സിലാണ്. കുഞ്ഞിനെ വിട്ടിട്ട് വേണം രാവിലെ മറ്റേ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചോണ്ടിരിക്കുന്നത്. പുറത്തോട്ട് പോകാനുള്ള കോഴ്സ് പഠിച്ചോണ്ടിരിക്കുകയാണ്. അവര് കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് കഴിഞ്ഞിട്ടേ ഇല്ല. കുറച്ച് നാൾ എന്നിട്ടുള്ളൂ. പിന്നെ ചേട്ടൻ തിരിച്ചു പോയതാണ്. കുഞ്ഞിന് 28-ന് മുന്നേ കേട്ടാ വന്നതൊക്കെ. അപ്പോൾ ചേട്ടൻ അടുത്തോട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ടുള്ള ഇതിനുള്ള കോഴ്സ് കാര്യങ്ങൾ പഠിക്കും. അവൾ ചെന്ന് കഴിഞ്ഞിട്ടേ അവിടെ ജോലിയായിട്ടില്ല നമുക്ക് കാര്യമുള്ളൂ. പിന്നെ വന്നായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ ഇന്നലെ അവളുണ്ടായിരുന്നു. തിരിച്ചു പിന്നെയും പോയി. പ്രിയങ്കാപ്പി ഇടയ്ക്ക് വന്നായിരുന്നു. പക്ഷെ നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ അന്നേരം സമയമില്ലായിരുന്നു നമുക്ക്. അതാണ് കേട്ടോ. അഞ്ജലിക്ക് സന്തോഷം. കേസ് എന്തായി? കേസ് ഒരെണ്ണം കഴിഞ്ഞു, ഒരെണ്ണം ഇങ്ങനെ നടക്കുന്നു. ഗുഡ് ഡേ മല്ലു 9570. എന്നും ആമിപ്പൊന്നിനെയും കുഞ്ഞുമണിയെയും കാണിക്കാൻ പറ്റുമോ? അത്രമാത്രം അറിഞ്ഞേക്കൊള്ളാം. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കാണാൻ കൂടി അവരുടെ ഷോർട്സ് ആയിട്ട് നമുക്ക് മാക്സിമം ദിവസം ചെയ്യാൻ നോക്കാം കേട്ടോ. നിഷ ഷിബു അപ്പു കുഞ്ചു നിങ്ങൾക്ക് എന്നും ഉയർച്ച മാത്രമേ ഉണ്ടാവും. നിങ്ങളുടെ മനസ്സ് ഒരുപാട് നന്ദിയുള്ളതാണ്. ഒന്നും ചോദിക്കാനില്ല. ഹാപ്പി ടു നോട്. താങ്ക് യു സോ മച്ച്. അമ്പു സച്ചിസ് ഒത്തിരി ഇഷ്ടം ചേച്ചി ചേട്ടാ. താങ്ക് യു മോനെ. ഷീജ തോമസ് ഗോഡ് ബ്ലെസ് യു ഡിയേഴ്സ്. താങ്ക് യു. മിനിയമ്മ ഒന്നും ചോദിക്കാനില്ല. ഒരുപാട് ഇഷ്ടം നിങ്ങളെ. ഇനി അടുത്ത നേട്ടം നിങ്ങളുടെ ഡ്രീം ഹൗസ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ആവശ്യങ്ങൾ വിളിച്ചു കൂട്ടണം. ചക്കര അമ്മ കൊടുക്കണേ. ലവ് യു ഓൾ. പിന്നെ വാവിച്ചിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? വാവിച്ചു ഓക്കെയാണ് കേട്ടോ. അവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്ന അമ്മേ. അടുത്തത് അരീന ബൈജു. ആരോൺ ബൈജു. അപ്പു കുഞ്ചൂസ് അടിപൊളി. ഇനി ഉയരങ്ങൾ എത്തുവാൻ സാധിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. രമ്യരാജ്. അപ്പു കുഞ്ചൂസ് നിങ്ങൾക്ക് ഇനി ലൈഫിൽ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത്? എല്ലാവരും സുഖമായിരിക്കുന്നു. അമ്മിമോളെ ലിച്ചുമോൾക്കും ചക്രയുമ്മ ആന്റിയുടെ കൊടുത്തേക്കാണ് കേട്ടോ. ഇനി ലൈഫിൽ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെ നമുക്ക് വീടാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജിൻസി ഫ്രണ്ട്സ് നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. കുമാരിയമ്മയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? ആവശ്യം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഉയരങ്ങളിൽ എത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ദിൽനാക്കി സജി നിങ്ങളുടെ ഒന്നും ചോദിക്കാനില്ല. നിങ്ങളുടെ വളർച്ച കാണുമ്പോൾ അഭിമാനം തോന്നുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അമൽ കൃഷ്ണ എല്ലാവരും ഒത്തിരി ഇഷ്ടമാണ്. ഒരു ഹായ് തരുമോ? ഹായ് അമൽ കൃഷ്ണ. ഹായ്. അപ്പു കുഞ്ചുസേ ഒന്നും ചോദിക്കാൻ ഇല്ല. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതിന് നമ്മുടെ സന്തോഷം. ശ്രീലക്ഷ്മി ഹരികൃഷ്ണൻ. ഹായ്. അശ്വിനി കൃഷ്ണ. ലച്ചുവിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്നാണ് നടക്കുന്നത്. കുമാരിയമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ചേച്ചിയുടെ ജോലിക്ക് എങ്ങനെ പോകുന്നു? നാട്ടിലേക്ക് ഇനി എന്ന് വരും? കുഞ്ഞിന് ബർത്ത്ഡേ ഉടനെ നടത്തും. നമ്മൾ ഇത്തിരി ഞെരുക്കങ്ങളിലായി പോയാണ് നമ്മൾ നടത്താതിരുന്നത്. അപ്പോൾ കുമാരിയമ്മ ഒക്കെ ആയിട്ടിരിക്കുന്നു. ബാബുജി ഉടനെ വരും എന്നല്ല, അവള് എന്നാണ് വരുന്നതെന്ന് കൺഫേം അല്ല. ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ രശ്മി 1069. കാലങ്ങൾ മായ്ക്കാത്ത മുറിവുകളില്ല. എല്ലാ മുറിവുകളും മാറി ജീവിതത്തിൽ നിന്ന് ഉയർച്ച വരട്ടെ അപ്പുവെ. എല്ലാം വീഡിയോയിലൂടെ അറിയാം. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല കേട്ടോ. താങ്ക് യു ചേച്ചി. അസ്ന ഹായ്. നിങ്ങൾ സുഖമാണോ? ബിസി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഇടണേ. വീട്ടിലെ വ്ളോഗ്സ് ഇഷ്ടമാണ് കേട്ടോ. ഉറപ്പായിട്ടും. അലീന സുനീഷ. അപ്പുച്ചേട്ട പഠനം എങ്ങനെയുണ്ട്? കുരാരിയുടെ ഹോസ്പിറ്റൽ അപ്ഡേഷൻ എന്തായി? എല്ലാവരെയും ഒത്തിരി ഇഷ്ടം കേട്ടോ. എന്റെ പഠനം ഇങ്ങനെ നടക്കുന്നു. എക്സാം ഉടനെ ഉണ്ട്. കുരാരിയുടെ ഹോസ്പിറ്റൽ അപ്ഡേഷൻ എന്തായി? നീ കൊണ്ടുപോകണം. 10 ദിവസം കഴിഞ്ഞ് കൊണ്ടുപോകണം കേട്ടോ. 29-ാം തീയതി കൊണ്ടുപോകണം. ദിവസനെ അനഹ റോസ് ജോർജ്. ആമിയുടെ പ്ലേ സ്കൂളിന്റെ നെയിം എന്താ? പ്ലേ സ്കൂള് ടൈം കിഡ്സ്. ആമി വഴക്കുണ്ടോ? അമ്മച്ചേട്ടൻ എല്ലാവരും പഠിക്കാൻ തുടങ്ങി. യെസ്. കുഞ്ചൂസ് ചേച്ചി പഠിക്കാൻ പോകുന്നില്ലേ? ചേച്ചി അമ്മയുടെ കാലിന് എല്ലാം സുഖമായോ? വാവ എന്ന നാട്ടിൽ വരുന്നത്? അച്ഛയും ചിറ്റാമ്മയും സുഖമായിട്ടിരിക്കുവാണോ? യെസ്. വേറെ എന്നാണ്ട് വാർത്തകൾ? കുഞ്ചൂസ് അപ്പുച്ചേട്ടനെ പോലെ ഒരു നല്ല കപ്പിൾ ഇനി വേറെ ഉണ്ടായില്ല. താങ്ക് യു. ഹാപ്പി ആയിട്ടിരിക്കും. നെക്സ്റ്റ് പ്ലാൻ എന്താ? വേൾഡ് ട്രിപ്പ് ഒക്കെ പോകും. പാസ്പോർട്ടില്ല. കേസ്. അടുത്തത് സന്തോഷേട്ടാ. അമൽക്കുട്ട കുഞ്ചൂസി അമ്മയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? കാലിന് മുറി വെക്കുകയാണെങ്കിൽ സന്തോഷമായിട്ടിരിക്കുന്നു. ഒത്തിരി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. കിണർ വെള്ളം കണ്ടു ശേഷം പണി ചുറ്റുമതിലൊക്കെ എല്ലാം കഴിഞ്ഞ് കിടക്കാണ് കേട്ടോ. കിണർ പണി റിങ്ങാണ് അടിച്ചത്. പഞ്ചായത്ത് കിണർ പോലെ വലിയ കിണറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ സൈഡിൽ കട്ട കെട്ടണമെങ്കിൽ വലിയൊരു എമൗണ്ട്, ഏകദേശം ഒരു 40 രൂപ അടുത്താവുമായിരുന്നു എല്ലാവരും.
അപ്പം തൽക്കാലം ഇപ്പൊ റിങ്ങാണ് ഇറക്കിയത്. ഒരു റിങ്ങിന് റിങ് മേളിൽ പണിയിപ്പിച്ചു 3 റിങ്, ഒരു റിങ്ങിന് 3,500 വെച്ചിട്ട്. അപ്പം പൈസ കുറവാണ്, പക്ഷെങ്കിലും വലിയ കിണറായിട്ട് ഇരിപ്പുണ്ട് ഇപ്പൊ ആണ്. ശോഭ സിജു, നിങ്ങളെ കാണുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ്. ഇനി ഉയരങ്ങൾ എത്തട്ടെ. ആമി ലച്ചു ചക്രവർത്തി, താങ്ക് യു സോ മച്ച്. അപ്പം ബാക്കി ക്വസ്റ്റ്യൻസ് ഇപ്പം ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ട് ഇവിടെ കൊണ്ട് നിർത്താം കേട്ടോ, അല്ലെങ്കിൽ ഒത്തിരി ലെന്തായി പോകും. പിന്നെ ബാക്കി ആർക്ക് എന്തൊക്കെ വീഡിയോ ചെയ്യുന്നൊക്കെ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം കേട്ടോ. സംസാരിക്കേണ്ടതുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സംസാരിക്കും. കാരണം ഇനിയിപ്പോൾ ഒന്നും നമ്മൾ പ്രതികരിക്കാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത്രയും നമ്മളെ ചവിട്ടി അരയ്ക്കാവുന്നതിലേക്ക് മാക്സിമം നമ്മൾ അരയ്ക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ 2 മക്കളുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ സ്ട്രോങ് ആയിട്ട് തന്നെ പോകും. കൂടുതൽ ഞങ്ങൾ അവരെ കാണുമ്പോഴാണ് ഈ വിഷമങ്ങളും കാര്യങ്ങളെല്ലാം മറന്ന് ഒന്ന് ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഓട്ടത്തിലായിരുന്നു എല്ലാത്തിനും. അതുകൊണ്ട് നമുക്ക് അധികം ഈ യൂട്യൂബിലോട്ടൊന്നും കയറാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് കുറേ ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഒരു പരിധി വരെ എല്ലാം നിൽക്കുമായിരുന്നു. പിന്നെ ആവശ്യമില്ലാതെ ഈ തോണ്ടിക്കൊണ്ട് വരുന്നതാണ്. എനിക്കറിയത്തില്ല നമ്മളെ വെച്ച് എങ്ങനെയെങ്കിലും ഒക്കെ കണ്ടന്റ് ഉണ്ടാക്കണം ഇവർക്ക്. ഇപ്പോൾ കണ്ടന്റ് ആയല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മളെ വാങ്ങിക്കാത്ത കയറി ഇങ്ങനെ തോണ്ടുമ്പോഴത്തേക്കും ഒന്നും സംസാരിക്കാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ ഏതറ്റം വരെ പ്രതികരിക്കും ഞാനിപ്പം. അത് സംസാരിക്കണമെങ്കിൽ ഉറപ്പായിട്ട് സംസാരിക്കും കേട്ടോ. അതിപ്പോൾ ആരെ പറ്റിയാണെങ്കിലും എന്തിനെ പറ്റിയാണെങ്കിലും സംസാരിക്കണമെങ്കിൽ ഏറ്റവും ചെറിയ കള്ളങ്ങളെല്ലാം പൊളിക്കത്തില്ലെന്നുള്ള ഒരു ഉറപ്പുണ്ടായിട്ട് ജീവിച്ച ഒരാൾക്ക് എന്തും പറയാം. എനിക്കിപ്പോ പറഞ്ഞൊരു പരിധി ഉണ്ട്, പക്ഷെ എനിക്ക് പറഞ്ഞു കേട്ടറിവ് അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചത് എനിക്ക് പറയാൻ പറ്റും. പക്ഷെ അതിന് കൂടുതൽ സംസാരിക്കാനാണ് ഉറപ്പായിട്ടും സംസാരിക്കും. എല്ലാ കാര്യങ്ങളും തന്നെ സംസാരിച്ചു. ഒരു ഡൗട്ടിന്റെ ഒരു കണിയോ പോലും ഇല്ലാതെ സംസാരിക്കേണ്ട രീതിയിൽ ഉറപ്പായിട്ട് ഞാൻ സംസാരിക്കും. അപ്പോൾ അങ്ങനെ തന്നെ പോട്ടെ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മൾ എന്തായാലും ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. എത്ര തോപ്പിക്കാൻ നോക്കിയാലും നമ്മൾ ഇനി ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. അത് ഇവരൊക്കെ കുറച്ചുകൂടെ ഒന്ന് നമ്മളിങ്ങനെ തിളപ്പിക്കുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള പ്രചോദനവും ഒക്കെ തോന്നുന്നത്. അതുകൊണ്ട് ഇങ്ങനെ തിളപ്പിക്കേണ്ടവർ തിളപ്പിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. നമ്മൾ വീഡിയോ ഇടും, ആ കൂട്ടത്തിൽ നമ്മുടെ കടയുടെ കാര്യങ്ങളും നോക്കും, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കും, ഈ ഫാമിലിയുടെ എല്ലാ കാര്യങ്ങളും നോക്കും. തളർത്താൻ പറ്റത്തില്ല കേട്ടോ. ആ സ്റ്റേജ് കഴിഞ്ഞു. അപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എപ്പോഴും എല്ലാവരും നമ്മുടെ കൂടെ തന്നെയുണ്ട്. അവരുടെ സ്നേഹവും സപ്പോർട്ടും മെസ്സേജസും കാര്യങ്ങളും എല്ലാം എപ്പോഴും ഉണ്ട്, എപ്പോഴും കാണും. നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരോടും എടുത്തു പറയാണ്, ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സംസാരിക്കണം. അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. നമ്മളെ ബാധിക്കുവാണ്, ഭയങ്കരമായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളെ മക്കള് എല്ലാവർക്കും മക്കൾ വളർന്നു വരുന്നുണ്ട്. എല്ലാവരുടെ കാര്യം ചിന്തിക്കണ്ട. അപ്പൊ നാളെ അവർക്കും നാളെ ഇന്ന് ചോദിക്കില്ല, അങ്ങനെ ആയിരുന്നോന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അറിയാതായിരിക്കും. എല്ലാം അറിഞ്ഞാൽ എല്ലാവരും വളരട്ടെ. അങ്ങനെ ഞാനും പറയുന്നത് ഒരു അമ്മയെ നൽകി. കാരണം എന്നെ അത്രയും പറഞ്ഞു, അമ്മേനെ ഇത്രയും പറഞ്ഞിട്ട് എന്നെ എന്തുകൊണ്ട് പ്രതീക്ഷിച്ചത്, നാളെ എന്ത് നേരം ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതെ, അത് തന്നെ നമ്മൾ ഇനിയിപ്പോ മുന്നോട്ട് ചെയ്തുള്ളൂ. അപ്പൊ എല്ലാവർക്കും ടാറ്റ കേട്ടോ. നാളെ കാണാം. ഇതിന്റെ ബാക്കി ഭാഗമായിട്ട് നാളെ കാണാം. അതേപോലെ പറയേണ്ടതൊക്കെ പറഞ്ഞു തന്നെ പോകത്തുള്ളൂ. നാളെ കാണാം.